ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ദീർഘകാലം തിളക്കത്തോടെ നിലനിർത്താൻ ചില പൊടിക്കൈകളുണ്ട്. അങ്ങനെ ചില പൊടിക്കൈകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇമിറ്റേഷൻ ജ്വല്ലറീസ് കൂടുതലും വെള്ളം, ഈർപ്പം, പെർഫ്യൂംസ് എന്നിവയിൽ നിന്നൊക്കെ കഴിവതും അകറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. എന്നാലും കഴിവതും വെള്ളം, ഈ വിയർപ്പ് എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ജ്വല്ലറീസിനെ കൂടുതലും ഒന്ന് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെവിടെയൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കുമല്ലോ ഈ ജ്വല്ലറീസൊക്കെ കൂടുതലും ധരിക്കാറ്. അങ്ങനെയുള്ളപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ പെർഫ്യൂം, അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ജ്വല്ലറീസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് അഴിച്ച് മാറ്റി വെച്ചിട്ട് മാത്രം അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, നല്ല വൃത്തിയായിട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നും യൂസ് ചെയ്തതിന് ശേഷം അഴിച്ച് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് ഇതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചില അഴുക്കുകൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് അങ്ങ് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നല്ല വെള്ളത്തിൽ കഴുകി എടുക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും തന്നെ സാനിറ്റൈസർ, ആൽക്കഹോള് അങ്ങനെയുള്ളവ ഒന്നും കൊണ്ട് നമ്മുടെ ജ്വല്ലറീസ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഇമിറ്റേഷൻ ജ്വല്ലറീസൊക്കെ ഇനിയിപ്പം ഈർപ്പമൊക്കെ തട്ടിയാലും നമ്മൾ നല്ല പോലെ അത് ഉണക്കി സൂക്ഷിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പം ഒക്കെ മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുത്ത് വെക്കാവുള്ളൂ. പിന്നെ ഇതൊക്കെ ഓരോരോ സിംഗിൾ കവറുകളിൽ ഇട്ട് സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിൻ്റെ ലൈഫ് കൂടുതലും കൂടി കിട്ടുന്നത് ഇതിനെയൊക്കെ ഒറ്റയ്ക്ക് സൂക്ഷിക്കുമ്പോൾ. ചിലരുണ്ട് എല്ലാം കൂടെ ഓരോ ബോക്സിൻ്റെ അകത്ത് തന്നെ ഇട്ട് സൂക്ഷിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം സെപ്പറേറ്റ് ഓരോരോ സിംഗിൾ സിപ്ലോ കവർ എടുത്ത് അതിൻ്റെ അകത്തിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റി ടർണിഷിങ് ഷീറ്റുകളൊക്കെ കിട്ടും. അത് വാങ്ങി അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചാലും നമുക്ക് ഇത് കുറേ നാൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നോക്കും. ഓക്കെ. പിന്നെ നേരിട്ട് സൂര്യപ്രകാശം, പിന്നെ കൂടുതൽ ചൂട് അങ്ങനെയുള്ളിടത്തൊക്കെ ഇത് വെക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർണമെൻറ്റ്സ് വളരെ കാലം പുതിയതുപോലെ തിളക്കമാർന്ന രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടോ? ഇത് ഫോളോ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരേക്കും. ബൈ.